പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവം. ഒരു യുദ്ധം വന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടാവുക? ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന ഒരു റേറ്റിംഗ് സംവിധാനമായ ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 14 ലക്ഷത്തിലധികം സജീവ സൈനികരും 11 ലക്ഷത്തിലധികം റിസർവ് സൈനികരുമാണ് ഉള്ളത്. ഇതിനു പുറമെ 25 ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട്. പാകിസ്ഥാനാകട്ടെ 6.5 ലക്ഷം സജീവ സൈനികരും 5 ലക്ഷത്തോളം അർദ്ധ സൈനികരുമാണ് ഉള്ളത്. ഇന്ത്യയുടെ സൈനിക ശക്തി കര, വ്യോമ, നാവിക മേഖലകളിൽ മാത്രമല്ല, ആണവ, സൈബർ, ബഹിരാകാശ മേഖലകളിലും അതിശക്തമാണ്. ആധുനികവൽക്കരണത്തിനൊപ്പം മികച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇന്ത്യയെ മറ്റേതൊരു രാജ്യവും വെല്ലുവിളിക്കാൻ മടിക്കുന്ന ഒരു സൈനിക ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ വെല്ലുവിളിയാണ്. 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ പോർവിമാനങ്ങളും നിശബ്ദമായി ഏത് ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പൈഡ്രേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയുമൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി. 2019 ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയെ കാര്യമായി ഉപയോഗിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റാഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയത്. ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 293 യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത്. 30-ൽ അധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നീ 2 വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ അഭിമാനമാണ്. 18 അന്തർവാഹിനികളും ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന് വെറും 8 എണ്ണം മാത്രം. പാകിസ്ഥാന് ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ, വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം 160 വാർഹെഡുകളുടെ ഒരു ആണവശേഖരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്ക് 513 പോർവിമാനങ്ങൾ ഉൾപ്പെടെ 2229 വിമാനങ്ങളാണ് ആകെയുള്ളത്. പാകിസ്ഥാന് 328 പോർവിമാനങ്ങളും 1393 വിമാനങ്ങളുമാണ് ഉള്ളത്. ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ഇന്ത്യയാണ് മുന്നിൽ, 899. പാകിസ്ഥാന് 373 മാത്രം. അത്യാധുനിക T-90 ഭീഷ്മ, അർജുൻ ടാങ്കുകൾ ഉൾപ്പെടെ 4201 ടാങ്കുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. പാകിസ്ഥാന് 2627 ടാങ്കുകളാണുള്ളത്. കവചിത വാഹനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ഏറെ മുന്നിലാണ്. ഏകദേശം 1.49 ലക്ഷം കവചിത വാഹനങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇത് പാകിസ്ഥാനേക്കാൾ 3 ഇരട്ടിയാണ്. കരസേനയാണ് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ, റോക്കറ്റ്, പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം കരസേനയുടെ ആയുധശേഖരത്തിൽ പെടുന്നു. ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം മുൻതൂക്കം ഇന്ത്യക്കുണ്ട്. 1965-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യശസ്സുയർത്തിയത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിന് ഇന്ത്യൻ വ്യോമസേന കനത്ത തിരിച്ചടിയാണ് അന്ന് നൽകിയത്. പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകളും വിമാനങ്ങളും ഇന്ത്യ തകർത്തിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നാണിന്ന്. ഏറ്റവും അവസാനമായി പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾ തകർത്ത് മടങ്ങിയതും വ്യോമസേനയായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ പാകിസ്ഥാന് ആവില്ല.